ഹായ്, വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ? ഞാൻ ഇന്ന് കുട്ടി പ്രണയകഥ പറയാം. പ്രണയം എല്ലാവരിലും പല പേരിലും രൂപത്തിലും ഭാവത്തിലും ജീവനുള്ളവയിലും ഇല്ലാത്തവയിലും പ്രകൃതി കണക്ട് ചെയ്യുന്ന ഒരു വികാരമാണ് അല്ലേ? നമ്മുടെ ബന്ധങ്ങളിൽ പെടുന്ന അമ്മുമ്മ അപ്പൂപ്പൻ, അച്ഛനമ്മ, സഹോദരൻ സഹോദരി, ചേട്ടൻ ചേച്ചി, മക്കളോട്, ചിലർക്കാണെങ്കിലോ മൃഗങ്ങളോടും സസ്യങ്ങളോടും മത്സ്യങ്ങളോടും വണ്ടികളോട്, വസ്ത്രങ്ങളോട്, ഭക്ഷണത്തിനോട്, അങ്ങനെ നമുക്ക് സന്തോഷം നൽകുന്ന സകലമാന ജീവനുള്ളവയും ഇല്ലാത്തവയിലും പെടുന്ന എല്ലാത്തിനോടും പ്രണയം തോന്നിക്കുന്ന ഒരു വികാരമായിട്ട് പ്രകൃതി കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ കണക്റ്റായ രണ്ടുപേരാണ് ഈ സ്കൂക്കറും ടെസയും. എൻ്റെ സുഹൃത്ത് മീനാക്ഷിയുടെ വീട്ടിൽ 2019 ആബി എന്ന് പറഞ്ഞ ലാബ്രഡോറിന് ജനിച്ച 7 കുഞ്ഞുങ്ങളിൽ പെടുന്ന രണ്ടുപേരാണ് ഇവർ. ഈ 7 പേരെയും പലരും എൻ്റെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുപ്പമുള്ള ഫാമിലി പോലെ കരുതുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എപ്പോഴും എനിക്ക് കണ്ടിരിക്കാനായിട്ട് ഞാൻ അവരെ വളർത്താൻ കൊടുത്തിരുന്നു. എപ്പോഴും പോയി ഒന്ന് കാണാനും ഉള്ള ഒരു കൊതി കാരണം. അങ്ങനെ ഈ സ്കൂക്കറിന് ജന്മനാ കാഴ്ചയില്ലാത്ത കാരണം ഞാൻ അവനെ ദത്തെടുക്കേണ്ടി വന്നു. മറ്റാർക്കും കൊടുക്കാൻ എനിക്ക് മനപ്രയാസമായിരുന്നു. മൂത്തവനായ സ്കൂക്കറിന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കടുത്ത പനി മൂലം അവൻ്റെ ബ്ലഡ് കൗണ്ട് തീരെ കുറഞ്ഞു പോയി. ജീവന് ഭീഷണിയായി. അവൻ്റെ സഹോദരി ടെസ 6 വർഷത്തിന് ശേഷം അതേ ഫെബ്രുവരി 14 അവളുടെ രക്തം ദാനം ചെയ്ത് പുതിയ ജീവൻ നൽകി. എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. അതേ ദിവസം തന്നെ അവനൊരു നല്ലൊരു ജീവൻ തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. അതെ, ഞാൻ പറഞ്ഞ ആ പ്രകൃതിയുടെ കണക്ഷൻ പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം, പ്രതീക്ഷിക്കാത്ത രൂപത്തിലും പല പല വ്യക്തികളുടെ രൂപത്തിലായാലും ജീവികളുടെ രൂപത്തിലായാലും നമുക്കത് ലഭിക്കും. അതിനെയാണ് നമ്മൾ ലവ് എന്ന് പറയുന്നത്. ആ ലവ് ഈസ് ഗോഡ്, തമിഴിൽ അൻപേ ശിവം. അപ്പം നല്ല ദിവസങ്ങൾ നേരുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ.